വസിക്കുന്ന ദൈവം, കൂടെയാരും നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവം, നമ്മുടെ വേദനകൾ പങ്കുപറ്റുന്ന ദൈവം, നമ്മുടെ വിജയങ്ങളിലും നമ്മുടെ സന്തോഷങ്ങളിലും നമ്മോടൊത്ത് സന്തോഷിക്കുന്ന ഒരു ദൈവം. ആ ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പം അങ്ങനെയെങ്കിൽ കൂടെ നടക്കുന്ന, കൂടെ വരുന്ന, കൂടെ വസിക്കുന്ന ആ കർത്താവിനെ നമുക്ക് പാടി സ്തുതിച്ച് ആരാധിക്കാം. കർത്താവിനെ പാടി സ്തുതിച്ച് ആരാധിക്കുന്ന ഈ മഹനീയ ശുശ്രൂഷ, ദൈവത്തെ സ്തുതിക്കുന്നതിന് മഹനീയമായിട്ട് വേറെ ഒന്നുമില്ലല്ലോ. ഈ മഹനീയ ശുശ്രൂഷ സ്വർഗീയ സംഗീതത്തിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊന്ന് ചേർന്ന് പാടാം, ദൈവത്തെ സ്തുതിക്കാം. ഇന്ന ദിവസം നാം പാടി ആരാധിക്കുന്ന ഗാനം ദൈവം നമ്മോട് കൂടെ. ഏറ്റവും യാഥാർത്ഥ്യമാണ്, ദൈവം നമ്മുടെ കൂടെ. ഈ വിശ്വാസത്തോടെ ആനന്ദത്തോടെ നമുക്ക് ചേർന്ന് ഗായകരോട് ചേർന്ന് പാടി സ്തുതിക്കാം. ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ. വിശ്വാസത്തോടെ പാടിക്കേണ്ട ദൈവന്റെ കൂടെയുണ്ട്. ദൈവം നമ്മോട് കൂടെ. ആനന്ദത്തോടെ, അദ്ദേഹത്തെ സന്തോഷത്തോടെ, എല്ലാവരും മനസ്സിൽ ആവർത്തിച്ചെന്ന് പറഞ്ഞ് എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ രക്ഷകനായ ദൈവം, ആദിയില് പ്രവാചകന്മാരിലൂടെ വെളിപ്പെട്ട ദൈവം, ജനത്തിന് രാത്രിയും പകലും കൂടെ നടന്ന് സംരക്ഷണമേകിയ ദൈവം, വലിയ ശത്രുവിന്റെ കരങ്ങളിൽ നിന്ന് പോലും രക്ഷിച്ച ദൈവം, ദൈവം എൻ്റെ കൂടെയുണ്ട്. ദൈവം നമ്മോട് കൂടെ, യഹോവയാ. ദൈവം നമ്മോട് കൂടെ, എമ്മാനുവേൽ, എമ്മാനുവേൽ. ദൈവം നമ്മോട് കൂടെ. സന്തോഷത്തോടെ ചേർന്ന് ആനന്ദത്തോടെ പാടിക്കേ. സന്തോഷത്തോടെ ചേർന്ന് ദൈവം നമ്മോട് കൂടെ, യഹോവയാ. ദൈവം നമ്മോട് ഏറ്റു പറയുന്നു, കർത്താവേ നീ എൻ്റെ കൂടെയുണ്ട്. എമ്മാനുവേൽ, എമ്മാനുവേൽ. ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോട് കൂടെ, യഹോവയാ. ദൈവം നമ്മോട് കൂടെ, എമ്മാനുവേൽ, എമ്മാനുവേൽ. ദൈവം നമ്മോട് കൂടെ. ഗാനത്തിന്റെ വരിക നമ്മെ ഓർമ്മപ്പെടുത്താണ് പൂർവ പിതാക്കന്മാരുടെ ദൈവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അർത്ഥം ഇതാണ്, പൂർവ്വപിതാക്കന്മാർക്ക് ദർശനമരുളിയ ദൈവം, അവരെ വൻ വിപത്തിൽ നിന്ന് രക്ഷിച്ച ദൈവം. ഇനി ഈ ലോകം ദൈവത്തിന്റെ സംരക്ഷണം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരു ജനതയാണ് ഇസ്രായേൽ ജനം. ആ ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച ദൈവം, കടലിനെ പിളർത്തി വരണ്ട കരയിലൂടെ അവരെ നടത്തിയ ദൈവം, മരുഭൂമി അവർക്ക് തണലായിട്ട് മേഘമായിട്ട് കൂടുന്ന ദൈവം, രാത്രി അവർക്ക് ചൂട് പകരാനായിട്ട് അഗ്നിസ്തംഭമായിട്ട് അടുത്ത് വന്നിരുന്ന ദൈവം. ഈ ദൈവം, ആ സംരക്ഷിച്ച ദൈവം, രക്ഷിച്ച ദൈവം, കൂടെ നടന്ന ദൈവം, അതേ ദൈവം തന്നെ ഇപ്പോ എൻ്റെ കൂടെയുണ്ട്. അതാണ് ഈ ഗാനത്തിന്റെ വരികൾ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന കാര്യം. നമ്മൾ ഏറ്റുപാടി പ്രഖ്യാപിക്കുന്ന വിശ്വാസം, ആദ്യപിതാക്കന്മാർക്ക്, പൂർവ്വപിതാക്കന്മാർക്ക് സംരക്ഷണം നൽകിയ, രക്ഷ നൽകിയ, അവരുടെ കൂടെ നടന്ന് വാഗ്ദാനങ്ങൾ നിറവേറ്റിയ ദൈവം, ആ ദൈവമാണ് എൻ്റെ കൂടെയുള്ള. അങ്ങനെയെങ്കിൽ ആ ദൈവം വചനത്തിലൂടെ, സുവിശേഷങ്ങളിലൂടെ ഇന്ന് എനിക്ക് നൽകുന്ന സകല വാഗ്ദാനങ്ങളും എൻ്റെ ജീവിതത്തിന്റെ മേൽ, എൻ്റെ കുടുംബത്തിന്റെ മേൽ പൂർത്തീകരിക്കപ്പെടും. അങ്ങനെ കർത്താവ് പറയാ, നീ ആരാധിച്ചോ, നീ ചേർന്ന് നിന്നോ, നീ വിളിച്ചപേക്ഷിച്ചോ, നിന്റെ പ്രാർത്ഥന കേൾക്കും, നിന്നെ രക്ഷിക്കും, പരിശുദ്ധാത്മാവ് നിന്നെ നിറയ്ക്കും, നിന്റെ ജീവിതത്തിൽ ഇടപെടും. ഈ വാഗ്ദാനമൊക്കെ നിറവേറ്റുന്ന ദൈവമാണ് എൻ്റെ ദൈവം. വിശ്വാസത്തോടെ ചേർന്ന് പാടി ആരാധിച്ചേ. പൂർവപിതാക്കൾ തൻ കർത്താവായ ദൈവം നമ്മോട് കൂടെ. പൂർവപിതാക്കൾ തൻ കർത്താവായ ദൈവം ആവേശത്തോടെ പാടിക്കേ.
പ്രവചനങ്ങൾ പൂർത്തീകരിച്ച ദൈവം, മോശയ്ക്കും ജനതയ്ക്കും ദർശനമേകിയ ദൈവം നമ്മോടു വാക്കുപാലിക്കുന്ന കർത്താവ്, മോശയ്ക്കും ജനതയ്ക്കും ദർശനമേകിയ ദൈവം രക്ഷിക്കുന്ന ദൈവം, ഈജിപ്തിന്റെ അടിമത്ത ചങ്ങലമേകിയ ദൈവം നമ്മോടു കൂടെ. ഈജിപ്തിനടിമത്ത ചങ്ങല നീക്കിയ ദൈവം നമ്മോടു പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം, ഭൂമിയെ ജനതയ്ക്കു നൽകിയ ദൈവം നമ്മോടു കൂടെ. വാഗ്ദത്ത ഭൂമിയെ ജനതയ്ക്കു നൽകിയ ദൈവം നമ്മോടു എല്ലാവരും ചേർന്ന് ദൈവം നമ്മോടു കൂടെ. ആനന്ദത്തോടെ പാടി. യഹോവയാ, ദൈവം നമ്മോടു സന്തോഷത്തോടെ എമ്മാനുവേൽ, എമ്മാനുവേൽ, ദൈവം നമ്മോടു കൂടെ. ദൈവം നമ്മോടു കൂടെ. യഹോവയാ, ദൈവം നമ്മോടു സർവശക്തനായ ദൈവമേ, എമ്മാനുവേൽ, എമ്മാനുവേൽ, ദൈവം നമ്മോടു കൂടെ. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിക്കേ, കർത്താവിനെ സ്തുതിച്ചേ, കൂടെയുള്ള ദൈവത്തെ സ്തുതിച്ചേ, വിളിച്ചപേക്ഷിച്ചേ, ആരാധിച്ചേ, എല്ലാവരും ആരാധിച്ചേ, എല്ലാവരും സ്തുതിച്ചേ, കർത്താവിനെ സ്തുതിച്ചേ, ശക്തിയോടെ സ്തുതിച്ചേ, ആനന്ദത്തോടെ സ്തുതിച്ചേ. ഈശോയേ, ഈശോയേ, യേശുവേ, യേശുവേ, ഈശോയേ, 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 യേശുവേ, 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 ഈശോയേ, ഈശോയേ, ദൈവമേ, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. മത്തായി ശ്ലീഹ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 20 മുതൽ വാക്യങ്ങളിൽ ഇതാ ഈശോയുടെ വളർത്തച്ഛനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത യൗസേപ്പ് പിതാവിനോട് ദൈവത്തിന്റെ മാലാഖ സംസാരിക്കുകയാണ്. കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. വചനം വീണ്ടും തുടരുവാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വീണ്ടും ഈ രക്ഷകനായിട്ട് വരുന്ന ഈശോയെ കുറിച്ച് വചനം പറയാണ്. കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ അവൻ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോയുടെ ജനനത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയാണ്. കർത്താവ് നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ, രക്ഷകനായ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഈ ഈശോയിലാണ് ഈ പറഞ്ഞ പഴയ പിതാക്കന്മാർക്ക്, പൂർവ്വ പിതാക്കന്മാർക്ക് ദൈവം നൽകിയ വാഗ്ദാനം എല്ലാം പൂർത്തീകരിക്കപ്പെടുക. എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, എന്നും ഞാൻ നിങ്ങളെ സംരക്ഷിക്കും, നിങ്ങൾ എൻ്റെ ജനമായിട്ട് മാറും, നിങ്ങളുടെ ദൈവമായിട്ട് മാറുന്നത് ഞാൻ അഭിമാനിക്കും. ഈ പറഞ്ഞ ദൈവിക വാഗ്ദാനങ്ങളൊക്കെ ദൈവം പൂർത്തീകരിക്കപ്പെടുക ദൈവത്തിന്റെ പുത്രനായ കർത്താവായ ഈശോയോട്. നീ ഈശ്വരനെ ഉരുവായി പരിശുദ്ധാത്മാവിനാൽ. നമുക്കറിയാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞ പൂർവ്വപിതാക്കന്മാരുടെ ദൈവം, അതേ ദൈവം ഇതാ മനുഷ്യ രൂപത്തിൽ നമ്മുടെ മധ്യത്തിലേക്ക് വരികയാണ്. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇങ്ങനെ ഗാനത്തിന്റെ വരികോട് ചേർന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. ഈ എമ്മാനുലാട്ട ദൈവം
നമ്മോട് കൂടെ നിൽക്കുന്ന ദൈവം, രക്ഷിക്കുന്ന ദൈവം, പൂർവ്വപിതാക്കന്മാർക്ക് വഴികാട്ടിയായ ദൈവം, അതേ ദൈവം തന്നെ മാംസം ധരിച്ച് നമ്മുടെ കൂടെ വസിച്ചു. അതാണ് കർത്താവായ യേശുക്രിസ്തു. ഗാനത്തോട് ചേർന്ന് പാടി നമ്മുടെ വിശ്വാസം പ്രഖ്യാപിച്ച് ഈശോയെ ആരാധിക്കാം. വചനം മാംസമായി മണ്ണിൽ വന്നൊരു ദൈവം നമ്മോടു കൂടെ. പാടി പ്രാർത്ഥിച്ചേ. വചനം മാംസമായി മണ്ണിൽ വന്നൊരു ദൈവം നമ്മോട് ആവർത്തിച്ചു പാടി. വചനം മാംസമായി മണ്ണിൽ വന്നൊരു ദൈവം നമ്മോടു കൂടെ. വചനം മാംസമായി മണ്ണിൽ വന്നൊരു ദൈവം കുരിശിൽ മരിച്ചുകൊണ്ട് നമ്മെ രക്ഷിച്ച ദൈവം, കുരിശിൽ ജീവനെ നമുക്കായി ഹോമിച്ച ദൈവം നമ്മോടു പാടി പ്രാർത്ഥിച്ചേ. വിശ്വാസത്തോടെ പാടിക്കേ. കുരിശിൽ ജീവനെ നമുക്കായി ഹോമിച്ച ദൈവം ആവർത്തിച്ചു പാടി. അവന്റെ കുരിശാ നമുക്ക് രക്ഷ. കുരിശിൽ ജീവനെ നമുക്കായി ഹോമിച്ച ദൈവം നമ്മോടു കൂടെ. വിശ്വാസത്തോടെ പാടിക്കേ. കുരിശിൽ ജീവനെ നമുക്കായി ഹോമിച്ച ദൈവം ദൈവം നമ്മോട് കൂടെ. ചേർന്ന് പാടിക്കേ. ദൈവം നമ്മോടു കൂടി. ഈശോയേ. യഹോവയാ ദൈവം നമ്മോടു കൂടി. ആവേശത്തോടെ പാടി. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, ദൈവം നമ്മോടു കൂടി. ആവർത്തിച്ചു പാടി. ദൈവം നമ്മോടു കൂടി. നിൽക്കുന്ന ദൈവമേ, യഹോവയാ ദൈവം നമ്മോട് രക്ഷിക്കുന്ന ദൈവമേ, ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടി. കർത്താവിനെ സ്തുതിച്ചേ, സ്തുതിച്ച് ആരാധിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. യേശുവേ, 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 ഈശോയെ, 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 ഈശോയെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ വചനപ്രകാരം പറയുകയാണ്. ഈ പൂർവ്വപിതാക്കന്മാർക്ക് വെളിപ്പെട്ട ദൈവത്തെക്കുറിച്ച്, മാംസമായിട്ട് ഭൂമിയിലേക്ക് കടന്നു വന്ന ഈശോയെ കുറിച്ച്, ഇതാ ലോകാവസാനം വരെ നമ്മുടെ കൂടെ ആയിരിക്കാൻ വേണ്ടി ഈശോ മറ്റൊരു രൂപത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവം മറ്റൊരു ഭാവത്തിലേക്ക് മാറുന്നതിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുകയാണ്. 21-ാം അധ്യായം 3-4 വാക്യങ്ങൾ. സിംഹാസനത്തിന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. അതായത് സിംഹാസന, സ്വർഗത്തിലെ സിംഹാസനത്തെ കുറിച്ചാണ്. ഇതാ വലിയ സ്വരം കേട്ടെ. എന്താ സ്വരം കേട്ടെ? ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ഇതൊരു പുതിയ വെളിപ്പെടുത്തൽ ദൈവത്തിന്റെ വചനം നൽകുവാണ്. ദൈവം ഇതാ മനുഷ്യരുടെ കൂടെ കൂടാരമടിച്ചു വസിക്കുന്നു. എന്നേക്ക് മനുഷ്യരുടെ കൂടെ കൂടാരമടിച്ചു വസിച്ച് മനുഷ്യരായി നമ്മെ ദൈവത്തിന്റെ ജനമാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മുടെ കൂടെ ദൈവം കൂടാരമടിച്ചു വസിക്കുന്ന ഇടമാണ് പരിശുദ്ധ കുർബാനയുള്ള ഓരോ ഇടം. നമുക്കറിയാം, ഈശോ പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ് എന്ന് പറഞ്ഞ അപ്പം എടുത്തിട്ട് ഈശോ പറയുവാണ്, ഇത് ഞാൻ തന്നെയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് അപ്പം വാഴ്ത്തി ഇതെന്റെ ശരീരമാന്ന് പറഞ്ഞ് അവർക്ക് കൊടുത്തു. അവരുടെ കയ്യിലേക്ക് അപ്പം കൊടുത്തതിന് ശേഷം, ഈ അപ്പം വാങ്ങിയതിന് ശേഷം അവർ നോക്കുമ്പോൾ ഈശോയെ കാണാനില്ല. എന്താ ഇതിനർത്ഥം? അർത്ഥം ഇതാണ്, ഇനി ഈശോ ഉള്ളത്, ദൈവം ഉള്ളത്, ഈ രക്ഷിക്കുന്ന ദൈവം ഉള്ളത് അപ്പത്തിലാണ്. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയോ നന്ദി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വിശുദ്ധ കുർബാനയിൽ വസിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ആയിരിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് വചനം നമ്മെ പഠിപ്പിക്കുക. ഇതാ ദൈവം മനുഷ്യരുടെ കൂടെ കൂടാരമടിച്ചു വസിക്കുക. ഇനി അങ്ങനെ ദൈവം മനുഷ്യരുടെ കൂടെ, നമ്മുടെ കൂടെ കൂടാരമടിച്ച് വസിക്കുമ്പോൾ ആ ദൈവത്തോട് നാം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ മാറ്റത്തെ കുറിച്ച് അടുത്ത വചനം പറയുക. 4-ാമത്തെ വാക്യം, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും.
ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദന ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കേ. കർത്താവ് കൂടാരമടിച്ച് നമ്മുടെ ഇടയിൽ വസിക്കുന്ന ചില ഇടങ്ങളുണ്ടല്ലോ, നിത്യാരാധന പള്ളികളും അതുപോലെ നമ്മുടെ ഇടവ പള്ളികളും ഒക്കെ വിശുദ്ധ കുർബാനയിൽ നിരന്തരം പങ്കെടുക്കാനും എല്ലാ ദിവസവും പങ്കെടുക്കാനും സാധിക്കുമ്പോഴൊക്കെ കുറച്ചുപേർ അവിടെ പോയിരിക്കാനും ഒക്കെ ഈശോ മുമ്പിലിരിക്കാൻ ഒന്ന് പരിശ്രമിച്ചു നോക്കിക്കേ. ഈശോയെ ആരാധിച്ചുകൊണ്ട് കൊന്തയിലേക്കൊണ്ടായിക്കോട്ടെ, പ്രാർത്ഥിച്ചുകൊണ്ടായിക്കോട്ടെ, പാട്ട് പാടിക്കൊണ്ടായിക്കോട്ടെ, ഈശോയുടെ കൂടെ ഇരിക്കുന്നത് ശീലമാക്കി മാറ്റി നോക്കിയേ. എല്ലാ ദിവസവും അല്പസമയം ഈശോയുടെ ഇരിക്കുന്ന സമയം കണ്ടെത്തി നോക്കിയേ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് കണ്ണുനീര് വാങ്ങിപ്പോകുന്ന അനുഭവം, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഭാരങ്ങൾ മാറിപ്പോകുന്ന അനുഭവം ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിലേക്ക് രക്ഷകനായ ഈശോ കടന്നു വരുന്ന അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഗാനത്തിന്റെ വരികോട് ചേർന്ന് നാം പാടി പ്രാർത്ഥിക്കുകയാണ്. രക്ഷക സ്രോതസ്സാം കൂദാശകൾ വഴി ദൈവം നമ്മോട് കൂടെ. ഇപ്പോ നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവം കൂദാശകളിലൂടെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരിക. ഗാനത്തിന്റെ വരികോട് ചേർന്ന് പാടി സ്തുതിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. രക്ഷകസ്രോതസ്സാം കൂദാശകൾ വഴി ദൈവം നമ്മോട് കൂടെ. രക്ഷകസ്രോതസ്സാം കൂദാശകൾ വഴി ദൈവം ആവർത്തിച്ചു പാടി. കൂദാശയിലൂടെ ഈശ്വരന്റെ കൂടെ ഉണ്ട്. രക്ഷകസ്രോതസ്സാം കൂദാശകൾ വഴി ദൈവം നമ്മോട് കൂടെ. രക്ഷകസ്രോതസ്സാം കൂദാശകൾ വഴി ദൈവം നമ്മോട് കൂടെ. അൾത്താരവേദിയിൽ അനുദിന വീതിയിൽ 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 ദൈവം നമ്മോട് കൂടെ. രക്ഷകസ്രോതസ്സാം കൂദാശകൾ വഴി ദൈവം നമ്മോട് കൂടെ. രക്ഷകസ്രോതസ്സാം കൂദാശകൾ വഴി ദൈവം നമ്മോട് കൂടെ. അൾത്താരവേദിയിൽ അനുദിന വീതിയിൽ ദൈവം നമ്മോട് കൂടെ. അൾത്താരവേദിയിൽ അനുദിന വീതിയിൽ ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോട് കൂടെ. യഹോവയാ ദൈവം നമ്മോട് കൂടെ. എമ്മാനുവേൽ എമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോട് കൂടെ. യഹോവയാ ദൈവം നമ്മോട് സന്തോഷത്തോടെ ആനന്ദത്തോടെ എമ്മാനുവേൽ എമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ. ആരാധിച്ചേ, കർത്താവിനെ സ്തുതിച്ചേ, ആരാധിച്ചേ, കൂടുതൽ ദൈവത്തെ സ്തുതിച്ചേ, ആരാധിച്ചേ. യേശുവേ യേശുവേ നന്ദി പറയുന്നു. ഈശോയെ കൂടെയുള്ള ദൈവമേ, രക്ഷിക്കുന്ന ദൈവമേ, അനുഗ്രഹിക്കുന്ന കർത്താവേ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പാപങ്ങളിൽ നിന്ന് നമ്മെ വിശുദ്ധീകരിച്ചുകൊണ്ട്, പാപം മൂലം വരുന്ന സകല തകർച്ചകളിൽ നിന്ന് നമ്മെ വിശുദ്ധീകരിക്കാൻ വേണ്ടി കുരിശുമേൽ തൂങ്ങി മരിച്ച കർത്താവ് തന്റെ തിരുരക്തത്തിലൂടെ, തിരുമുറിവുകളിലൂടെ നമ്മെ വിശുദ്ധീകരിക്കുന്ന കർത്താവ്. ആ കർത്താവിനെ സ്തുതിച്ച് നമ്മൾ പാടി പ്രാർത്ഥിക്കുവാണ്. പഴയ നിയമത്തിൽ രക്ഷ വാഗ്ദാനം ചെയ്ത കർത്താവ്, ഇസ്രായേലിന്റെ കൂടെ എന്ന കർത്താവ്, കർത്താവ് ഇതാ മാംസമായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആ കർത്താവ് കൂദാശകളായിട്ട് നമ്മുടെ കൂടെ വസിക്കുന്നു. ഇനി ആ കർത്താവ് നമുക്ക് രക്തം ചിന്തിക്കൊണ്ട് നമ്മെ വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മെ രക്ഷിക്കുന്ന കർത്താവ്. നമ്മുടെ ജീവിതത്തിൽ പാപത്തിൽ വീണു പോയോ, കുഴപ്പമില്ല, അനുതപിക്ക്, കുമ്പസാരയ്ക്ക്, പാപത്തിന്റെ സകല പീഡ ഞാൻ തന്നെ വിശുദ്ധീകരിക്കാന്ന് പറയുന്ന കരുണയുള്ള കർത്താവാണ്. ഇതാണ് നമ്മൾ ചേർന്ന് പാടി പ്രഖ്യാപിക്കുക, ഏറ്റുപറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുക. ഗാനത്തോട് ചേർന്ന് പാപങ്ങൾ മോചിക്കും, രോഗങ്ങൾ നീക്കിടും, ആശ്വാസമേകിടും, ആനന്ദമേകിടും. കർത്താവിനെ സ്തുതിച്ച് ചേർന്ന് പാടിക്കുകയും
പാപങ്ങൾ മോചിക്കും രോഗങ്ങൾ നീക്കിടും ദൈവം നമ്മോടു കൂടെ. പാപങ്ങൾ മോചിക്കും രോഗങ്ങൾ നീക്കിടും ദൈവം നമ്മോടു കൂടെ. ആവേശത്തോടെ പാടി. പാപങ്ങൾ മോചിക്കും രോഗങ്ങൾ നീക്കിടും ദൈവം നമ്മോടു കൂടെ. പാപങ്ങൾ മോചിക്കും രോഗങ്ങൾ നീക്കിടും ദൈവം നമ്മോടു കൂടെ. ആശ്വാസമേകിടും ആനന്ദമേകിടും ദൈവം നമ്മോടു കൂടെ. ആശ്വാസമേകിടും ആനന്ദമേകിടും ദൈവം നമ്മോടു ശക്തനായ ദൈവമേ, ആശ്വാസമേകിടും ആനന്ദമേകിടും ദൈവം നമ്മോടു കൂടെ. ആശ്വാസമേകിടും ആനന്ദമേകിടും ദൈവം നമ്മോടു കൂടെ. ഇരുളിലും വളവിലും കൂടെ നടന്നിടും ദൈവം നമ്മോടു കൂടെ. ഇരുളിലും വളവിലും കൂടെ നടന്നിടും ദൈവം നമ്മോടു കൂടെ. ഇടുങ്ങിയ പാതയിൽ ദൈവരാജ്യം ചേർക്കും ദൈവം നമ്മോടു കൂടെ. ഇടുങ്ങിയ പാതയിൽ ദൈവരാജ്യം ചേർക്കും ദൈവം നമ്മോടു കൂടെ. ദൈവം നമ്മോടു കൂടെ. യഹോവയാ ദൈവം നമ്മോടു കൂടെ. എമ്മാനുവേൽ എമ്മാനുവേൽ ദൈവം നമ്മോടു കൂടെ. ദൈവം നമ്മോടു കൂടെ. യഹോവയാ ദൈവം നമ്മോടു കൂടെ. എമ്മാനുവേൽ എമ്മാനുവേൽ ദൈവം നമ്മോടു കൂടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒന്നോട് ആവർത്തിച്ചു പാടി. ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോടു കൂടെ. വിശ്വാസത്തോടെ മനസ്സിൽ പറഞ്ഞ് യഹോവയാ ദൈവം നമ്മോടു കൂടെ. എമ്മാനുവേൽ എമ്മാനുവേൽ ദൈവം നമ്മോടു കൂടെ. രക്ഷിക്കുന്ന ദൈവം, കൂടെയുള്ള ദൈവം, നമ്മോടു കൂടെ. ഉദാശിയായി മാറിയ ദൈവം, പാപങ്ങൾ മോചിക്കുന്ന ദൈവം എന്റെ കൂടെയുണ്ട്. ദൈവം നമ്മോടു കൂടെ. എമ്മാനുവേൽ എമ്മാനുവേൽ ദൈവം നമ്മോടു കൂടെ. രക്ഷകനായ ദൈവം, കൂടെ നടക്കുന്ന ദൈവം, ഉദാശിയായി മാറിയ ദൈവം, നമ്മുടെ ഉള്ളിലേക്ക് പാപങ്ങൾ മോചിച്ച് കരുണ വർഷിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. പാടിക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോടു കൂടെ.